ലോകം കാത്തിരുന്ന ഫിഫ ലോകകപ്പ് ആവേശത്തിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എന്നാൽ കളി തുടങ്ങുന്നതിന് മുമ്പ് കായിക ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും ചിലവേറിയ ഈ മഹാമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. കളിക്കാരോടും ഒഫീഷ്യൽസിനോടും ആരാധകരോടും കാണിക്കുന്ന വിവേചനം ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര വിവാദമായി മാറിയിരിക്കുകയാണ്. സുരക്ഷാ പരിശോധനകളുടെ പേര് പറഞ്ഞ് പല രാജ്യങ്ങളെയും പ്രമുഖ താരങ്ങൾക്കും റഫറിമാർക്കും വിസ നിഷേധിക്കുകയോ വിമാനത്താവളത്തിൽ വച്ച് തിരിച്ചയക്കുകയോ ചെയ്യുകയാണ് US ഭരണകൂടം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ വിവാദങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെയും ഏറ്റവും വേദനാജനകവുമായ സംഭവം നടന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. സൊമാലിയയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് മത്സരം നിയന്ത്രിക്കാൻ യോഗ്യത നേടിയ 34-കാരനായ പ്രമുഖ റഫറി ഒമർ അർത്താൻ ലോകകപ്പ് നിയന്ത്രിക്കാനുള്ള 52 ഫിഫ റഫറിമാരുടെ ഔദ്യോഗിക പട്ടികയിൽ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു. കൃത്യമായ US വിസയും ആവശ്യമായ എല്ലാ രേഖകളുമായിട്ടാണ് അദ്ദേഹം മിയാമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. എന്നാൽ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അദ്ദേഹത്തിന് രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിച്ചു. കടുത്ത സുരക്ഷാ പരിശോധനകളുടെ പേര് പറഞ്ഞാണ് കൃത്യമായ വിസയുണ്ടായിട്ടും അദ്ദേഹത്തെ ഇസ്താംബുളിലേക്കുള്ള അടുത്ത വിമാനത്തിൽ തന്നെ നിർബന്ധപൂർവ്വം കയറ്റി തിരിച്ചയച്ചത്. സൊമാലിയൻ സമൂഹത്തിനെതിരെ മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പരാമർശങ്ങളും സൊമാലിയയെ ട്രാവൽ ബാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമാണ് ഈ നടപടിക്ക് പിന്നിലെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം നാട്ടിൽ ഹീറോയായി തിരിച്ചെത്തിയെങ്കിലും ഒമർ അർത്താന്റെ ലോകകപ്പ് സ്വപ്നങ്ങളാണ് അമേരിക്കൻ വിമാനത്താവളത്തിൽ വെച്ച് തല്ലിക്കെടുത്തിയത്. ഇതിലും കടുത്ത പ്രതിസന്ധി നേരിടുന്നത് ഇറാൻ ഫുട്ബോൾ ടീമാണ്. നിലവിലെ US ഇസ്രായേൽ ഇറാനുമായി നടത്തുന്ന യുദ്ധവും രാഷ്ട്രീയ സംഘർഷങ്ങളും കായിക രംഗത്തെ പൂർണ്ണമായി ബാധിച്ചിരിക്കുന്നു. ആദ്യ മത്സരം തുടങ്ങാൻ വെറും 10 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഇറാനിലെ കളിക്കാർക്ക് അമേരിക്ക വിസ അനുവദിച്ചത്. എന്നാൽ ടീമിന്റെ മാനേജരിയൽ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ പ്രധാനപ്പെട്ട പല സപ്പോർട്ട് സ്റ്റാഫിനും വിസ നിഷേധിച്ചു. അതിലും കഠിനമായ കാര്യം അവർക്ക് ലഭിച്ചിരിക്കുന്ന യാത്രാ ഉത്തരവുകളാണ്. ഇറാൻ ടീം യഥാർത്ഥത്തിൽ തങ്ങാൻ പദ്ധതിയിട്ടിരുന്നത് അമേരിക്കയിലെ അരിസോണയിലായിരുന്നു. എന്നാൽ പുതിയ കർശന നിയമങ്ങൾ കാരണം അവർക്ക് തങ്ങളുടെ ബേസ് ക്യാമ്പ് അമേരിക്കയ്ക്ക് പുറത്ത് മെക്സിക്കോയിലെ അതിർത്തി നഗരമായ തിഹ്വാനയിലേക്ക് മാറ്റേണ്ടി വന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ 3 മത്സരങ്ങളും അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഇറാൻ കളിക്കേണ്ടത്. എന്നാൽ ലഭിച്ച ഉത്തരവ് പ്രകാരം കളി നടക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം മാത്രമേ അവർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. മത്സരം കഴിഞ്ഞയുടൻ അന്നു തന്നെ അവർ അമേരിക്ക വിട്ടു പോവുകയും വേണം. മെക്സിക്കോയിലെ ഇറാന്റെ അംബാസഡർ അബുൽ ഫസൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കളി നടക്കുന്ന ദിവസം തന്നെ വരികയും പോവുകയും ചെയ്യേണ്ടി വരുന്നത് കളിക്കാരുടെ പ്രകടനത്തെയും യാത്രാ സൗകര്യങ്ങളെയും എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. കളിക്കാർക്ക് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർക്കും ഈ അമേരിക്കൻ ലോകകപ്പ് വലിയൊരു കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ലോകകപ്പാണിത്. വിമാന ടിക്കറ്റിനും ഹോട്ടലുകൾക്കും മാച്ച് ടിക്കറ്റുകൾക്കുമായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച മൊറോക്കോ, സ്കോട്ട്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ആരാധകരുടെ യാത്രാ രേഖകളും വിസകളും യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ US റദ്ദാക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇറാൻ, ഹെയ്ത്തി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ ആരാധകർക്ക് അമേരിക്ക പൂർണ്ണമായ യാത്രാവിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ ടീമുകൾക്ക് കളിക്കാൻ അനുവാദമുണ്ടെങ്കിലും അവരുടെ ആരാധകർക്ക് ഗാലറിയിലെത്തി പ്രോത്സാഹിപ്പിക്കാൻ അനുവാദമില്ല. അതോടൊപ്പം ഇറാഖ് താരം അയ്മൻ ഹുസൈനെ ചിക്കാഗോ വിമാനത്താവളത്തിൽ 7 മണിക്കൂറോളം തടഞ്ഞുവെച്ച് ഫോൺ പരിശോധിച്ചതും അവരുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറെ 10 മണിക്കൂർ തടഞ്ഞുവെച്ച് ഒടുവിൽ തിരിച്ചയച്ചതും അമേരിക്കയുടെ വിദേശികളോടുള്ള കടുത്ത സമീപനത്തിന്റെ തെളിവാണ്. സ്വിറ്റ്സർലാൻഡിന്റെ ബ്രീൽ എംബോളയ്ക്കും വിസയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് ഹൈക്കമ്മീഷണർ വോൾക്കർ ടാർക്കുമെല്ലാം അമേരിക്കയുടെ ഈ വംശീയവും രാഷ്ട്രീയവുമായ വിസ നയങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. വിവേചനമില്ലാതെ വിസ അനുവദിക്കണമെന്ന് ഫിഫയുടെ 2017 ബിഡിംഗ് ചട്ടങ്ങളുടെ ലംഘനമാണിത്. എന്നാൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഇതിൽ നിന്ന് കൈകഴുകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തങ്ങൾ ലോകത്തിന്റെ രാജാക്കന്മാരല്ലെന്നും രാജ്യങ്ങളുടെ അതിർത്തി നിയമങ്ങളിലും പോലീസിന്റെ തീരുമാനങ്ങളിലും ഇടപെടാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുമാണ് അദ്ദേഹം മെക്സിക്കോ സിറ്റിയിൽ വെച്ച് വ്യക്തമാക്കിയത്. രാഷ്ട്രീയവും കായിക രംഗവും വേറിട്ട് നിൽക്കണമെന്ന് എപ്പോഴും പറയുമെങ്കിലും അമേരിക്കൻ മണ്ണിൽ കായിക രംഗത്തെ രാഷ്ട്രീയം എത്രത്തോളം വേട്ടയാടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ലോകത്തെ ഒന്നിപ്പിക്കേണ്ട ഫുട്ബോൾ മാമാങ്കം വിവേചനത്തിന്റെ അതിർവരമ്പുകളാൽ കറപുരളുന്നത് കായിക പ്രേമികൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.